വിജിലൻസ് അന്വേഷണങ്ങളിൽ മുഖം നോക്കാതെ നടപടിയാവാമെന്ന വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ കർശന നിലപാടാണ് IAS ഉദ്യോഗസ്ഥരുടെ പുതിയ നീക്കത്തിന് പിന്നിൽ. നിലവിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥർ പലരും വിജിലൻസ് കേസുകളിൽ അന്വേഷണം നേരിട്ട് വരികയാണ്. തുറമുഖ ഡയറക്ടറായ ഷെയ്ഖ് പരീദ് IASനെതിരെ 3 വിജിലൻസ് അന്വേഷണങ്ങളാണ് നടക്കുന്നത്. 2015-ൽ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ചീഫ് എഞ്ചിനീയറായിരുന്ന സമയത്ത് കാസർഗോഡ് ചിറ്റാരിപ്പുഴയ്ക്ക് കുറുകെ നടപ്പാലം നിർമ്മിച്ച കേസിൽ ഷെയ്ഖ് പരീദ് പ്രതിയാണ്. കൊച്ചി മെട്രോ നിർമ്മാണത്തിനായി ഏറ്റെടുത്ത കെട്ടിടത്തിൽ ബാർ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ടൂറിസം ഡയറക്ടറായിരിക്കെ ഷെയ്ഖ് പരീദിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ KMMLലെ മഗ്നീഷ്യം ഇറക്കുമതിയും മറ്റ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട മുൻ MD ടോം ജോസ് IAS ഉൾപ്പെടെയുള്ളവർക്കെതിരെ അടുത്തിടെയാണ് വിജിലൻസ് കേസെടുത്തത്. KMMLൽ 2.62 കോടി രൂപയ്ക്ക് മഗ്നീഷ്യം വാങ്ങിയതിലൂടെ 1.21 കോടി രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായെന്നായിരുന്നു ടോം ജോസിനെതിരായ പ്രധാന കണ്ടെത്തൽ. ടോം ജോസ് മഹാരാഷ്ട്ര ഡോഡാമാർഗിൽ എസ്റ്റേറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട പണത്തിന്റെ ഉറവിടം തേടിയുള്ള വിജിലൻസിന്റെ ത്വരിത പരിശോധനയും നടന്നുവരികയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ത്വരിത പരിശോധന നടക്കുന്നുണ്ട്. മലബാർ സിമന്റ്സ് അഴിമതിയിൽ മുൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി PH കുര്യനും വിജിലൻസ് അന്വേഷണ പരിധിയിലാണ്. വിജിലൻസ് നടപടികളെ തുടർന്ന് ജേക്കബ് തോമസിനെതിരെ IAS ഉദ്യോഗസ്ഥർ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചെങ്കിലും കുറ്റക്കാരല്ലെങ്കിൽ അന്വേഷണം നേരിടുന്നതിന് തടസ്സമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.